ഫ്ലെക്സിന്റെ നാട് എന്നറിയപ്പെടുന്ന നാടാണ് കോട്ടയം. And the rubber industry consists of many small farmers who have to face the instability of the market every day. റബ്ബർ കർഷകർ എന്ന് പറയുന്നത്, റബ്ബർ വ്യവസായം എന്ന് പറയുന്നത് ധാരാളം ചെറുകിട കർഷകരുണ്ട്. വിപണിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങൾ ഓരോ പ്രാവശ്യവും ദിവസവും നേരിടേണ്ടി വരുന്ന ആളുകളാണ് ഈ ചെറുകിട റബ്ബർ കർഷകർ എന്ന് പറയുന്നവർ. The left front made a commitment to these farmers some years back. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ മുന്നണി ഈ റബ്ബർ കർഷകരോട് അവർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി. In their 2016 manifesto, they promised that they will maintain rubber prices at 250 rupees. അവരുടെ 2016 പ്രകടന പത്രികയിൽ അവരുടെ വാഗ്ദാനം നൽകുകയുണ്ടായി 250 രൂപയായി റബ്ബറിന്റെ വില നിലനിർത്തുമെന്നത്. And you know the reality of what happened. നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചതെന്നതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം. They did not fulfill their promise over the last 10 years. കഴിഞ്ഞ 10 വർഷങ്ങളായി അവരവരുടെ വാഗ്ദാനം പാലിച്ചിട്ടില്ല. And in 2026 they have announced a price of 200 rupees. അത് മാത്രമല്ല 2026 അവര് 200 രൂപ എന്ന വിലയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. When today the market price is 220. ഇന്ന് മാർക്കറ്റ് പ്രൈസ് വിപണിയിലെ വില എന്ന് പറയുന്നത് 220 രൂപയാണ്. We are not in the business of making fake promises. ഞങ്ങൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നതിലുള്ള ആളുകളല്ല. We are in the business of protecting our farmers. ഞങ്ങൾ ഈ നാട്ടിലെ കർഷകരെ സംരക്ഷിക്കുന്ന ആളുകളാണ്. And making sure that their lives are easier and more comfortable. നമ്മുടെ നാട്ടിലെ കർഷകരുടെ ജീവിതം എളുപ്പമുള്ളതും അവർക്ക് കൂടുതൽ സുഖകരമായ ഒരു ജീവിതം ഉറപ്പാക്കുക എന്നതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. That is why the first cabinet meeting of the next UDF government will fix the price of rubber at 250 rupees. അതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇനി അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ റബ്ബറിന്റെ വില ഞങ്ങൾ 250 രൂപയായി പ്രഖ്യാപിച്ചിരിക്കും. In fact, that will be the first decision that the cabinet of Kerala is going to take when it is formed. അത് മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ക്യാബിനറ്റ് എടുക്കാൻ പോകുന്ന ആദ്യത്തെ തീരുമാനം അതായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. In our manifesto we have said that we will raise the price to 300 rupees a kilo. അത് മാത്രമല്ല ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബറിന്റെ വില കിലോയ്ക്ക് 300 രൂപയായി ഞങ്ങൾ ഉയർത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And it is our commitment that on the first day of the new government the price will be 250 and then it will go up to 300. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഐക്യ ജനാധിപത്യ ഗവൺമെന്റ് മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം റബ്ബറിന്റെ വില 250 രൂപയായിരിക്കും. അത് മാത്രമല്ല അതിനുശേഷം റബ്ബറിന്റെ വില 300 രൂപയായി ഉയരുകയും ചെയ്യും. And we are doing this because we believe that farmers and laborers are the foundation of this state and of our country. ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർഷകരും തൊഴിലാളികളുമാണ് ഈ രാജ്യത്തിന്റെയും ഈ സംസ്ഥാനത്തിന്റെയും ഈ രാജ്യത്തിന്റെയും അടിത്തറയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. Mr. Narendra Modi signed the US deal where he gave away the future of all India's farmers. നരേന്ദ്രമോദി യുഎസുമായിട്ട് അമേരിക്കയുമായി ഏർപ്പെട്ട കരാറിൽ ഇന്ത്യയിലെ കർഷകരുടെ മുഴുവൻ ഭാവി അവർക്ക് തീരെഴുതി കൊടുക്കുകയാണ് ചെയ്തത്. He is the first prime minister in modern India's history who has opened agriculture to the international market. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആഗോളതലത്തിലുള്ള വിപണിക്ക് തുറന്നുകൊടുത്ത ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. He is the first prime minister of India, modern India, who has given away our energy security. നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെ തീരെഴുതി കൊടുത്ത ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. Today India cannot buy oil, cannot buy petrol, cannot buy diesel from who it wants. ഇന്ത്യക്ക് ഇന്ന് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമോ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പെട്രോളോ ഡീസലോ എണ്ണയോ ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. Imagine there is a financial earthquake that is coming
because of what has happened in the Middle East. And India, a country of 1.4 billion people, cannot buy oil from who it wants. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് മധ്യേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിന്റെ ഫലമായി ഇവിടെ ഒരു സാമ്പത്തികമായ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നുള്ളത്. If India wants to buy oil from Russia, from Iraq, from Iran, from Saudi Arabia, it can only do so after taking permission of Donald Trump. ഇന്ത്യക്ക് ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ എണ്ണ വാങ്ങിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി നേടിയതിനു ശേഷം മാത്രമേ ഇന്ത്യക്ക് ഇന്നത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. There can be nothing more shameful than this. ഇതിനേക്കാൾ ലജ്ജാകരമായി സംഭവിക്കാൻ മറ്റൊന്നുമില്ല. An independent country has to ask the United States for permission from who to buy oil. ഒരു സ്വതന്ത്ര പരമാധികാരമായ രാജ്യമായ നമുക്ക് ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്നത് അമേരിക്കയുടെ അനുവാദം തേടി മാത്രം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. And you are going to see that the people of Kerala and the people of India are going to pay the price for this decision. ഈ തീരുമാനത്തിന് വില കൊടുക്കാൻ പോകുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളാണെന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. The instability of the war is going to show it in the next couple of months. ഇനി വരുന്ന മാസങ്ങളിൽ ഈ യുദ്ധം ഉണ്ടാക്കുന്ന അസ്ഥിരത നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. He has handed entire data of India to the United States. അത് മാത്രമല്ല, നരേന്ദ്രമോദി ഇന്ത്യയുടെ മുഴുവൻ ഡേറ്റ, ഇന്ത്യയുടെ മുഴുവൻ വിവരശേഖരവും അമേരിക്കയ്ക്ക് നൽകിയിരിക്കുകയാണ്. They can store it wherever they like. അവർക്ക് എവിടെ ഇഷ്ടമുള്ളോ അവിടൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഡേറ്റയും വിവരങ്ങളും അവർക്ക് They സൂക്ഷിച്ചു can use it any way they like. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ഉപയോഗിക്കാൻ സാധിക്കും. And in addition, Narendra Modi has committed that he will buy 9 lakh crore rupees of US products. അത് മാത്രമല്ല, ഇത് കൂടാതെ 9 ലക്ഷം കോടി വില മതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമെന്ന വാഗ്ദാനവും നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. What is going to happen to Make in India? ഇത് നടക്കുമ്പോൾ മേക്ക് ഇൻ ഇന്ത്യക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? He tells the people of India he wants to do Make in India, and then he tells Donald Trump, let us make in America. ഇന്ത്യയിലെ ജനങ്ങളോട് നരേന്ദ്രമോദി പറയുന്നു നമുക്ക് ഇന്ത്യയിൽ ഉൽപാദനം നടത്താം, എന്നിട്ട് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു നമുക്ക് അമേരിക്കയിൽ ഉൽപാദനം നടത്താം, നമുക്ക് മേക്ക് ഇൻ അമേരിക്ക നടത്താമെന്ന് അദ്ദേഹം പറയുന്നു. The reason is because he's compromised, he's controlled by the Americans and by Donald Trump. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒത്തുകളിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നതും അവർക്ക് വേണ്ടിയാണ്. It's very simple. There are 3.5 million Epstein files that are still locked up. അത് വളരെ ലളിതമാണ്. അവിടെ 3.5 ദശലക്ഷം എപ്സ്റ്റീൻ ഫയലുകൾ ഇന്നും പുറത്തു വരാത്തത് അവിടെയുണ്ട്. Mr. Narendra Modi's character will be known to the entire country if those are opened. ഈ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നാൽ നരേന്ദ്രമോദിയുടെ സ്വഭാവം എന്താണെന്ന് രാജ്യം മുഴുവൻ മനസ്സിലാവും. Everybody will know who Narendra Modi is and what he is. ആ ഫയലുകൾ പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി ആരാണെന്നും എന്താണെന്നും രാജ്യം മുഴുവൻ മനസ്സിലാക്കും. And the other reason is Mr. Adani. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മിസ്റ്റർ അദാനിയാണ്. Adani is not a normal company. അദാനി എന്ന് പറയുന്നത് ഒരു സാധാരണ കമ്പനി അല്ല. It is closely linked to the BJP. It is part of BJP's financial system. അത് BJPയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അത് BJPയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാണ്. Donald Trump and the Americans know every single piece of information about Adani. അദാനിയെ കുറിച്ചുള്ള എല്ലാ ചെറിയ വിവരവും ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയിലുള്ളവർക്കും അറിയാം. They know where money has gone, to whom money has gone, how money has flown. They know everything. അവർക്കറിയാം എവിടെയാണ് പൈസ പോയത്, ആർക്കാണ് പോയത്, എങ്ങനെയാണ് പോയത്, ആ എല്ലാ വിശദാംശങ്ങളും അമേരിക്കയിലുള്ളവർക്ക് അറിയാം. And to threaten Mr. Narendra Modi, they have put a case, a criminal case on Mr. Adani in America. അത് മാത്രമല്ല, നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി അദാനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് അമേരിക്കയിൽ നിലവിലുണ്ട്. Mr. Adani cannot go to the United States. Mr. Adani cannot travel abroad because if he does, he will be picked up. മിസ്റ്റർ അദാനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം യാത്ര ചെയ്താൽ അവർ അദ്ദേഹത്തെ പിടിച്ചകത്താക്കും. But they are not threatening Mr. Adani. They are threatening Mr. Modi. പക്ഷേ അവർ ഭീഷണിപ്പെടുത്തുന്നത് അദാനിയെ അല്ല, അവർ ഭീഷണിപ്പെടുത്തുന്നത് നരേന്ദ്രമോദിയാണ്.